മലപ്പുറം ജില്ലയിൽ അതിവേഗം വികസന കുതിപ്പിലേക്ക് അടുക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊണ്ടോട്ടി. കോഴിക്കോട് വിമാനത്താവളത്തോട് അടുത്ത് കിടക്കുന്ന കൊണ്ടോട്ടി മണ്ഡലത്തെ ഇക്കുറി കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത് TV ഇബ്രാഹിം MLA ആണ്. കൊണ്ടോട്ടി മണ്ഡലത്തിന്റെ വികസന ചിത്രങ്ങളാണ് ഇനി നവകേരളം നവമുന്നേറ്റത്തിൽ. മലപ്പുറം ജില്ലയിൽ അതിവേഗം വികസനത്തിലേക്ക് കുതിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് കൊണ്ടോട്ടി. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തോടടുത്തു കിടക്കുന്ന കൊണ്ടോട്ടി മണ്ഡലത്തെ ഇക്കുറി കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത് TV ഇബ്രാഹിം MLA ആണ്. മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ സാംസ്കാരിക ഇടപെടൽ മുതൽ കാൽപന്തിൽ വിസ്മയം തീർത്ത അനസ് എടത്തൊടികയുൾപ്പെടെയുള്ളവരുടെയും മണ്ണുകൂടിയാണ് കൊണ്ടോട്ടി. സാമൂതിരി ഭരണകാലത്ത് നെടിയിരുപ്പ് സ്വരൂപം എന്ന പരമ്പരാഗത ശക്തി പ്രഭാവത്തിന്റെ ചരിത്രവും ഈ മണ്ണിന് അവകാശപ്പെടാനുണ്ട്. പഴയങ്ങാടി പള്ളിയിലെ കൊണ്ടോട്ടി നേർച്ചയുടെ സാംസ്കാരിക പാരമ്പര്യം ഈ നാടിന് സ്വന്തമായുണ്ട്. പൂർണ്ണമായും സ്മാർട്ടായ ചീക്കോട് വില്ലേജ് ഓഫീസ് ഇതിനോടകം നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഞാൻ കൊണ്ടോട്ടി മണ്ഡലം MLA എന്നുള്ള നിലക്ക് എൻ്റെ മണ്ഡലത്തിൽ കിഫ്ബി മുഖേന വന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അതിൽ റോഡ് പ്രോജക്റ്റുകൾ 3 റോഡ് പ്രോജക്റ്റുകൾ വന്നു. അതുപോലെ തന്നെ ഒരു താലൂക്ക് ആശുപത്രിയുടെ ഒരു 45 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ വന്നു 108 കോടി രൂപയുടെ. 12 പ്രോജക്റ്റുകളിലായി 19 ബൃഹത് പദ്ധതികളാണ് മണ്ഡലത്തിൽ പൂർത്തിയായതും ആയിക്കൊണ്ടിരിക്കുന്നതും. 298.19 കോടി രൂപയാണ് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വകയിരുത്തിയത്. 4 പ്രോജക്റ്റുകളിലായി 6 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർണ്ണമായി. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ പുതിയ കെട്ടിടത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള അധിക തുകയും അനുവദിച്ചു. കൊണ്ടോട്ടി നഗരസഭയിൽ കുടിവെള്ള വിതരണത്തിനായി 108.7 കോടി രൂപ വകയിരുത്തി. 4 പ്രധാന പ്രോജക്റ്റുകളും പൂർത്തിയായ നിലയിലാണ്. കൊണ്ടോട്ടി കിഫ്ബി കുടിവെള്ള പദ്ധതിയുണ്ട് മുനിസിപ്പാലിറ്റിയുടെ 108 കോടി രൂപയുടെ. അതിപ്പോഴും പൂർത്തിയാകാതെ കിടക്കുകയാണ്. മാത്രമല്ല അതിൽ അഡീഷണൽ ഫണ്ട് വരും, അഡീഷണൽ ഫണ്ട് ആവശ്യം വരും. ഇത് പ്രായോഗികമായി എത്തിയപ്പോഴാണ് ആവശ്യമില്ലാത്ത വളരെ അത്യാവശ്യമുള്ള സ്ഥലത്ത് കൂടുതൽ ടാങ്ക് വേണ്ടി വന്ന്, അതുപോലെ തന്നെ സമ്പ് വേണ്ടി വന്നു. ശുദ്ധജല വിതരണത്തിനൊപ്പം വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിനും വലിയ പ്രാധാന്യം മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനം ചിറയിൽ കൊണ്ടോട്ടി UP സ്കൂളിന്റെയും ഓമാനൂർ GVHSന്റെയും കെട്ടിട നിർമ്മാണത്തിനായി 3 കോടി രൂപ അനുവദിച്ചു.
അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഒരു ഹൈടെക് സ്കൂൾ 5 കോടി രൂപ, 6,000 കുട്ടികളിലധികം പഠിക്കുന്ന സ്കൂളുകൾ 3 കോടി രൂപ, പിന്നീട് അത് GSTയും ചേർത്ത് വന്നപ്പോൾ പല സ്കൂളുകൾക്കും 4 കോടി രൂപയോളം കിട്ടി. അതോടൊപ്പം തന്നെ 1 കോടി രൂപയുടെ 5 സ്കൂളുകളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ നന്നായി മുന്നോട്ട് പോയിട്ടുണ്ട്. കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിന്റെ പ്രവർത്തനം 50% പൂർത്തിയായി. ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിൻ്റെ പ്രോജക്റ്റാണ്. അത് 104 കോടി രൂപയാണ്. 122 കോടി രൂപയായിരുന്നു പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. റോഡ് പ്രോജക്റ്റുകൾ 3 റോഡ് പ്രോജക്റ്റുകൾ വന്നു. അതുപോലെ തന്നെ ഒരു താലൂക്ക് ആശുപത്രിയുടെ ഒരു 45 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വന്നു. ഏവർക്കും സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ സൗജന്യ ഓറിയന്റേഷൻ പദ്ധതിയും മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്നു. വാഴക്കാട് ഗവൺമെന്റ് ITIയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കുളിവാട് ഓട്ടുപാറ റോഡിന് 2 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കി. കാലിക്കറ്റ് എയർപോർട്ട് ദേശീയപാത കൊളത്തൂർ ജംഗ്ഷനിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് തുക വകയിരുത്തി. ദേശീയപാത അതോറിറ്റിയുടെ അനുമതിയുടെ സാങ്കേതിക തടസ്സം ഒഴിവാക്കിയാണ് കൊണ്ടോട്ടി മുനിസിപ്പൽ പരിധിയിൽ 108 കോടിയുടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. കൊണ്ടോട്ടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടന്നു. കൊണ്ടോട്ടിയിലെ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് 4.1 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത്. മേലങ്ങാടി എയർപോർട്ട് റോഡ്, വാവൂർ ചെറിയ പറമ്പ് റോഡ്, ചുങ്കം മങ്കടവ് റോഡ് എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കും ഭരണാനുമതി ലഭിച്ചു. പ്രദേശവാസികളുടെ ഏറെക്കാലമായുള്ള ആവശ്യമെന്ന നിലയിൽ മുതുവള്ളൂർ കൃഷിഭവന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. കൊണ്ടോട്ടി മണ്ഡലം MLA എന്നുള്ള നിലക്ക് കിഫ്ബിയിൽ നിന്ന് കിട്ടിയ പ്രോജക്റ്റുകളടക്കം ഞങ്ങൾ കൊണ്ടോട്ടിയിൽ അത് നടപ്പിലാക്കി വരുന്നു. ആളുകൾ വളരെ സന്തുഷ്ടരാണ്. ഒരു 50 വർഷം കഴിഞ്ഞിട്ട് വരേണ്ട വികസന പദ്ധതികൾ നേരത്തെ വരുന്നു എന്നുള്ള ഒരു ഗുണം ഇതിൻ്റെ അകത്തുണ്ട്. അടിസ്ഥാന സൗകര്യം മുതൽ വ്യവസായ വികസനം വരെ അനന്തമായി നീളുന്ന വികസനത്തിന്റെ രുചിയറിയുന്ന നാളുകളാണ് കൊണ്ടോട്ടി മണ്ഡലത്തിലൂടെ കടന്നുപോകുന്നത്. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം സ്ഥിതി ചെയ്യുന്ന പൊന്നാനി നഗരം
പുരാണം, ചരിത്രം, സാംസ്കാരിക, ചിത്രകല, സ്വാതന്ത്ര്യ സമര മേഖലകളിൽ പൊന്നാനി നൽകിയ സംഭാവനകൾ സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്നവയാണ്. നവകേരളം നവമുന്നേറ്റത്തിൽ ഇനി പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൻ്റെ വികസന കുതിപ്പുകൾ കാണാം. മിത്തുകളും പുരാണ ചരിത്രങ്ങളുമെല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന പൊന്നാനി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഏടാണ്. തുറമുഖ നഗരം എന്നതിനപ്പുറം ഇപ്പോഴും നാടൻ കലാരൂപങ്ങൾക്ക് കളമൊരുക്കുന്ന സംസ്കാരം പൊന്നാനിക്കുണ്ട്. എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളെ സംഭാവന ചെയ്ത പൊന്നാനി ഇപ്പോഴും മതമൈത്രിക്കും സഹിഷ്ണുതയ്ക്കും മുന്നിലാണ്. 1957 നിലവിൽ വന്ന പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ നിലവിലെ നിയമസഭാ പ്രതിനിധി പി നന്ദകുമാറാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കിഫ്ബി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ പുരോഗതിയും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്കകത്തും വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള പുരോഗതി 1957 വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഭൂപരിഷ്കരണമാണ് കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വന്ന ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളും ഇത്തരമൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട രൂപത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ സെക്യൂരിറ്റീസ്, ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കകത്തുള്ള വികസനം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഊന്നിക്കൊണ്ടാണ്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള പൊതുവികസനം എല്ലാം ഊന്നിക്കൊണ്ടാണ് പ്രവർത്തിച്ചത്. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അരങ്ങേറുന്ന വികസന മുന്നേറ്റങ്ങൾ മാതൃകാപരമാണ്. പൊന്നാനി ഗവൺമെൻറ് HSS തൃക്കാവ്, GHSS മാറഞ്ചേരി, GHSS പാലപ്പെട്ടി, GUPS കരിങ്ങപ്പാറ നന്നാമുക്ക്, മുക്കുതല PCN ഗവൺമെൻറ് HSS എന്നീ സർക്കാർ വിദ്യാലയങ്ങൾ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്.
കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയ്ക്കകത്ത് ഒരുപാട് ഫണ്ടുകൾ വിനിയോഗിച്ച് നമുക്കറിയാം. എല്ലാ മേഖലയ്ക്കകത്തും വിനിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ റോഡുകളുടെ വികസനം, കേരളത്തിലെ തോടുകളുടെ വികസനം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന്, ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന്, എല്ലാ മേഖലയ്ക്കകത്തും പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനാവശ്യമായ തോതിലേക്കുള്ള നിക്ഷേപം കണ്ടെത്തിക്കൊണ്ട് വിനിയോഗിക്കുന്ന അനുഭവം നമ്മുടെ കേരളത്തിലുണ്ട്. സമഗ്രമായി WSSമായി ബന്ധിപ്പിച്ചുള്ള പൊന്നാനിയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള ശുദ്ധജല വിതരണം മണ്ഡലത്തിലെ ജനവികാരങ്ങൾ ഉൾക്കൊണ്ടുള്ള പദ്ധതിയായിരുന്നു. 788.99 കോടി രൂപയുടെ 20 പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത്. അത് പൂർത്തീകരിക്കപ്പെട്ട 7 പ്രവൃത്തികളുണ്ട്, ഓൺഗോയിങ് ആയിട്ടുള്ള 17 പ്രവൃത്തികളുണ്ട്, പ്രവൃത്തി ആരംഭിക്കുന്ന 2 പ്രവൃത്തികളുണ്ട്, ആരംഭിക്കാൻ പോകുന്ന. അപ്പോൾ ഒരു മണ്ഡലത്തിനകത്ത് ഇത്രയധികം 788 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് അവിടുത്തെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ഫണ്ട് മുടക്കാൻ കിഫ്ബി തയ്യാറായി എന്നത് ഈ കേരളത്തിൻ്റെ പൊതുവികസനത്തിൽ എത്രത്തോളമാണ് കിഫ്ബി സംഭാവന നൽകുന്നത് എന്ന ഇത് ഇന്ന് വ്യക്തമാകുന്നതാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പൊന്നാനിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച 10 കിടക്കകൾ ഉൾക്കൊള്ളുന്ന ഐസൊലേഷൻ വാർഡ് ആരോഗ്യമേഖലയിൽ മണ്ഡലത്തിൽ നടന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളാണ്. തീരദേശ റോഡായാലും നാഷണൽ ഹൈവേ ആയാലും മലയോര റോഡായാലും നമ്മളെ തോടുകളായാലും എല്ലാം കിഫ്ബിയുടെ കയ്യൊപ്പ് അതിൻ്റെ മുകളിൽ കാണാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ രൂപത്തിലേക്കുള്ള സംഭാവന നൽകിയിട്ടുള്ള കിഫ്ബിക്കെതിരായിക്കൊണ്ട് രാഷ്ട്രീയമായ ആക്രമണം നടക്കുന്ന ഒരവസരമാണിപ്പോൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബഡ്ജറ്റിൽ നിന്ന് പുറത്ത് ഫണ്ട് കണ്ടെത്തിക്കൊണ്ടാണ് ഈ വികസനമൊക്കെ നടത്തിയത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കിഫ്ബി വലിയ തോതിലേക്കുള്ള വികസനം നടത്തിയിട്ടുണ്ട്. പൊന്നാനിയിലൂടെ മലപ്പുറം കാത്തിരുന്ന സ്വപ്ന പദ്ധതിയായ കർമ്മപാലം സാധ്യമായതോടെ പൊന്നാനിയുടെ മുഖച്ഛായ മാറി. ടൂറിസം രംഗത്ത് പുതുചരിത്രം കുറിക്കാൻ പാകപ്പെടുത്തിയ പദ്ധതി പൂർത്തീകരണം യുദ്ധകാല അടിസ്ഥാനത്തിലാണ് സാധ്യമായത്. പുഴയോര പാതയായ കർമ്മ റോഡിനെയും പൊന്നാനി തുറമുഖത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് കനോലി കനാലിന് കുറുകെയായി കർമ്മ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തൊക്കെ വിദ്യാഭ്യാസം കിട്ടി പുറത്തു വന്ന കുട്ടികൾക്ക് തൊഴിലവസരം ഉണ്ടാകണം, രാജ്യത്തിൻ്റെ പൊതുവികസനത്തിന് ആവശ്യമായ രൂപത്തിൽ ഫണ്ടിൻ്റെ സ്വരൂപനം വേണം എന്നൊക്കെ കാഴ്ചപ്പാട് വരുമ്പോൾ ഈ പശ്ചാത്തല സൗകര്യത്തിൻ്റെ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, ഗവൺമെൻറ് മുമ്പിൽ നിൽക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് ഇന്ന് ഉയർന്നു വരികയാണ്. അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം എന്നത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ഞെരുക്കുന്ന നയമാണ്. ഇപ്പോൾ അത് കുറേ രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ പ്രതികാര ബുദ്ധിയോടെ കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ട്. ശരി, ഇത്തരം ഒരു പ്രയാസം സ്വന്തമായിട്ട് ഫണ്ട് കണ്ടെത്താനുള്ള പ്രയാസത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കിഫ്ബിക്ക് രൂപം നൽകാൻ വേണ്ടി തീരുമാനമെടുത്തത്. സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തേണ്ട മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ പൊന്നാനി ITI സാധ്യമായതുകൂടി ചേർക്കുമ്പോൾ മണ്ഡലത്തിലെ വികസന കാഴ്ചപ്പാടുകൾ ശോഭനമാവുകയാണ്. എല്ലാ മേഖലയ്ക്കകത്തും പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനാവശ്യമായ തോതിലേക്കുള്ള നിക്ഷേപം കണ്ടെത്തിക്കൊണ്ട് വിനിയോഗിക്കുന്ന അനുഭവം നമ്മുടെ കേരളത്തിലുണ്ട്. ഇതുവരെ 80,000 കോടിയിലപ്പുറം രൂപയുടെ പ്രൊജക്റ്റുകൾ കിഫ്ബി തയ്യാറാക്കിക്കൊണ്ട് അത് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം നമ്മൾ മുമ്പ് 60,000 കോടി രൂപയുടെ പൂർത്തീകരിച്ച വർക്കുകളും ഓൺഗോയിങ് വർക്കും ഉണ്ട് നമുക്ക്.
കേരള ഭൂപടത്തിൽ വികസന മാതൃക തീർക്കുന്ന പൊന്നാനി മണ്ഡലം സംസ്ഥാന സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടലുകളുടെ സൂചനയാണ്. നവകേരളത്തെ വാർത്തെടുക്കാൻ നവമുന്നേറ്റങ്ങളോടെ പൊന്നാനിയും കുതിക്കുകയാണ്. കേരള ഭൂപടത്തിൽ വികസന മാതൃക തീർക്കുന്ന പൊന്നാനി മണ്ഡലം സംസ്ഥാന സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടലുകളുടെ സൂചനയാണ്. നവകേരളത്തെ വാർത്തെടുക്കാൻ നവമുന്നേറ്റങ്ങളോടെ പൊന്നാനിയും കുതിക്കുകയാണ്.